നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP പിടിച്ചെടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ AIADMK നയിക്കുന്ന NDA സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജനങ്ങളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്ന ഒരു സഖ്യ സർക്കാരിന് തെരഞ്ഞെടുപ്പ് വഴിയൊരുക്കുമെന്നും AIADMKയുടെ നേതൃത്വത്തിൽ തങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. മുഖ്യമന്ത്രി AIADMKയിൽ നിന്നായിരിക്കും. ഒരു പ്രാദേശിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നമുക്ക് 200-ലധികം സംസ്ഥാനങ്ങളിൽ സർക്കാരുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ NDA ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വിജയം കൈവരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലും അതേ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ പോകുമെന്നും ആണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സമ്പന്നമായ ഒരു തമിഴ്നാടിനെ കുറിച്ചുള്ള സ്വപ്നത്തെ ഒരിക്കലും എതിർത്തിട്ടില്ല. തമിഴ് ഭാഷയും സംസ്കാരത്തെയും ഒരിക്കലും എതിർത്തില്ല. DMK ഇപ്പോൾ ഡിലിമിറ്റേഷൻ വിഷയമാണ് ഉന്നയിക്കുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബോധപൂർവമുള്ള സർക്കാരിൻ്റെ ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. അഴിമതി വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന നില, പാർട്ടി നേതാവിൻ്റെ മകനെ പ്രോത്സാഹിപ്പിച്ചത് മൂലമുണ്ടായ ആഭ്യന്തര തർക്കങ്ങൾ എന്നിവ മറച്ചുവെക്കാൻ സ്റ്റാലിൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഡീലിമിറ്റേഷൻ പ്രക്രിയ ആരംഭിക്കുമ്പോൾ തങ്ങൾ എല്ലാവരുമായി കൂടിയാലോചനകൾ നടത്തും. തമിഴ്നാടിൻ്റെ മണ്ണിൽ മോദി സർക്കാർ ഒരു അനീതിയും ചെയ്യുന്നില്ലെന്നും ഇതിനകം തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 70 വർഷത്തിനുള്ളിൽ കൈവരിക്കാൻ കഴിയാത്ത ചരിത്രപരമായ വികസനവും ദരിദ്രരുടെ ക്ഷേമവും വെറും 11 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ സാധ്യമാക്കി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തോടൊപ്പം വികസനവും കൈവരിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃക ലോകം പഠിക്കേണ്ട ഒരു ആശയമാണ്. 2014 മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ രാജ്യം നിരവധി പ്രശ്നങ്ങൾ പെട്ടിരുന്നു. ബാങ്കിംഗ് മേഖല തകർച്ചയിലായിരുന്നു. ആഭ്യന്തര സുരക്ഷ ഭയാനകമായിരുന്നു. ഭരണം തകർന്നിരുന്നു. രാഷ്ട്രീയ സ്തംഭനങ്ങൾ കാരണം ഇന്ത്യ ദുർബലമായ 5 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ഇന്ന് നേരെ വിപരീതമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യ ഏറ്റവും വലിയ 4 സമ്പദ് വ്യവസ്ഥകൾ ഒന്നായി മാറി. ആഗോള വിദഗ്ധർ ഇതിനെ തിളക്കമുള്ള സ്ഥലമായി വാഴ്ത്തുന്നു. ബാങ്കിംഗ് മേഖല ലാഭത്തിലേക്ക് കുതിക്കുന്നു. PNB ഇരട്ട അക്കത്തിൽ നിന്നും 2.3% കുറഞ്ഞു. ആഭ്യന്തര സുരക്ഷാ രംഗത്ത് ജമ്മു കാശ്മീർ, വടക്കുകിഴക്കൻ മേഖല, ഇടതുപക്ഷ തീവ്രവാദബാധ പ്രദേശങ്ങൾ തുടങ്ങി നേരത്തെ തിരിച്ചറിഞ്ഞ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ഇന്ന് ഏറ്റവും കുറഞ്ഞ ആക്രമണ നിരക്കാണുള്ളത്. ദരിദ്രരെ സേവിക്കുന്നതിനായി മോദി സർക്കാർ ഭരണം പുനഃക്രമീകരിച്ചു. സുതാര്യമായ ഭരണത്തിന്റെ ഫലമായി ഇന്ന് 26 കോടി ആളുകൾ BPL വിഭാഗത്തിൽ നിന്നും പുറത്താക്കി. 80 കോടിയിലധികം പേർക്ക് ഭവനം, വെള്ളം, വൈദ്യുതി, ടോയ്ലറ്റുകൾ, സൗജന്യ LPG കണക്ഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചു. 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, 5 കിലോ സൗജന്യ റേഷൻ, സൗജന്യ LPG കണക്ഷനുകൾ എന്നിവ ലഭ്യമാണ് എന്നും അമിത്ഷാ വ്യക്തമാക്കി. എന്തായാലും തമിഴ്നാട്ടിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്.